ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രിയമുള്ളവരെ, ഇത് പരീക്ഷാ കാലഘട്ടം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള മക്കൾ എക്സാമിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സമയം. പരീക്ഷയുടെ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാരെല്ലാം ഭയങ്കര ടെൻഷനുള്ള സമയം. കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ ടെൻഷനോടുകൂടെ പരീക്ഷ മാതാപിതാക്കൾ എഴുതുന്നില്ലെങ്കിൽ പോലും അവരാണ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതെന്ന് തോന്നുന്ന വിധം. ഇവിടെ മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിന് ചില പരീക്ഷകൾ വന്നു. യേശുവിന് പരീക്ഷകൾ വന്നപ്പോൾ അത് വന്നത് പിശാചിനാലാണ് വന്നത്. പിശാചിനാൽ വന്ന പരീക്ഷ കർത്താവ് വചനത്താൽ തന്നെ പരീക്ഷകനെ ഓടിച്ചു. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ വരുമ്പോൾ നമുക്ക് പരീക്ഷ വരരുത്. അത് പിശാചിനാലാണ് വരുന്നത്. അതിനെ നമ്മൾ ഓടിച്ചു കളയണം. എന്നാൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുക്കണം, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കണം. എങ്ങനെ ഒരുക്കണം? പ്രാർത്ഥിച്ചൊരുക്കണം, വചനത്താൽ ഒരുക്കണം. അവരുടെ ബുദ്ധിയൊക്കെ ദൈവം തുറന്നു കൊടുക്കും. ദൈവം പരീക്ഷ എഴുതിപ്പിക്കുന്ന അനേകം പരീക്ഷകളുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ കർത്താവിനോട് കൂടെ 100% പ്രാർത്ഥിച്ചു, 100% പഠിച്ചു നമ്മൾ പോയാൽ നമ്മൾ പരീക്ഷാ ഹാളിൽ മറന്നുപോയി എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടാണ്? കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവ് കൂടെയുണ്ടെങ്കിൽ പരീക്ഷകളെക്കുറിച്ചൊന്നും നമ്മൾ ആകുലപ്പെടുകയില്ല. പിള്ളേരുടെ പരീക്ഷ പോലെ തന്നെ വലിയവരുടെ പരീക്ഷകളുണ്ട്, കുടുംബത്തിലുള്ള ചില പരീക്ഷകളുണ്ട്, നമ്മുടെ ജോലി സ്ഥലത്തുള്ള ചില പരീക്ഷകളുണ്ട്. അതിനെല്ലാം നമ്മൾ വിജയിക്കണമെന്നാണ് ദൈവം പറയുന്നത്. പരീക്ഷയിൽ തോറ്റാൽ നമ്മൾ ആ കോഴ്സിൽ നിന്ന് പുറത്തായി. പരീക്ഷയിൽ ജയിക്കാനാണ് നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പരീക്ഷയിൽ ജയിച്ച ഒരാളാണ് നമ്മുടെ കർത്താവ്. ആദ്യ പരീക്ഷയിൽ തന്നെ പിശാചിനെ പരാജയപ്പെടുത്തി കർത്താവ് തൻ്റെ വചനത്താൽ ജയിച്ചു. രണ്ടാമത്തെ പരീക്ഷയിൽ കാൽവരിയിൽ പിശാചിനെ പരാജയപ്പെടുത്തി യേശു കാൽവരി ക്രൂശിൽ ജയാളിയായി. അവനും അവിടെ ജയിച്ചു. ഈ ആത്മീയ ജീവിതം ഒരു പരീക്ഷയാണ്. ഇതിൽ നമ്മൾ വിജയിക്കണം. പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, പ്രതിസന്ധികൾ നമ്മുടെ കൂടെ വരും, അസ്വസ്ഥതകൾ നമ്മുടെ സൈഡിൽ കൂടെ വരും. എങ്ങനെ നമ്മളെ ഈ പരീക്ഷയിൽ, ആത്മീയ ജീവിതത്തിലെ പരീക്ഷയിൽ തോൽപ്പിക്കണം? പ്രാർത്ഥിക്കുന്നവനെ പ്രാർത്ഥിപ്പിക്കാതിരുത്താനുള്ള പരീക്ഷ, പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന പിശാചിന്റെ പരീക്ഷ. പല വിധത്തിൽ പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലെ ഒറ്റ കാര്യമുള്ളൂ: കർത്താവിൻ്റെ വചനത്തെ മുറുക്കെ പിടിക്കണം, ആ വചനം ഉപയോഗിക്കണം. പിശാച് വചനം ഉപയോഗിച്ചെങ്കിൽ പിശാചിനെ വചനം ഉപയോഗിച്ച് തന്നെ പുറത്താക്കണം. അതിന് നമുക്ക് വേണം അഭിഷേകം, നമുക്ക് വേണം ദൈവകൃപ, നമുക്ക് വേണം ദൈവശക്തി. ചില രോഗങ്ങൾ നമ്മുടെ ഭവനത്തിൽ പരീക്ഷ പോലെ നമ്മളെ കുടുക്കും. ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നം പരിഹരിച്ച് വരുമ്പോഴാണ് അടുത്ത പ്രശ്നം. കടലിന്റെ തിര പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇതിൽ അതിജീവിക്കണ്ടേ? പരീക്ഷകനെ പുറത്താക്കണം, പ്രാർത്ഥിച്ച് പുറത്താക്കണം. വിവാഹം നടക്കാതെ കല്യാണ ആലോചനകൾ ഒത്തിരി നടന്നിട്ടും വിവാഹം നടക്കാതെ വരുന്ന ഒരു പരീക്ഷയുണ്ട്. എനിക്ക് മാത്രം എന്തേ വിവാഹമില്ലാത്തത്?
അതിനെ പരാജയപ്പെടുത്തി ജയിക്കണം. ദൈവമാണ് ആണിനെയും പെണ്ണിനെയും ഒന്നിപ്പിച്ചത്. വിവാഹം എന്ന സംഭവം ആദ്യം നടന്നത് ബൈബിളിലൂടെയാണ്. ആദ്യത്തെ ഹവ്വായെ ഒന്നിപ്പിച്ച. ഏത് പരീക്ഷകളെയും അതിജീവിക്കണം. ഏത് പരീക്ഷകളുടെ മുകളിലും ജയമെടുക്കണം. മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച് എല്ലാറ്റിനും ജയമെടുക്കുന്ന ഒരു ജീവിതം ഇന്ന് പ്രാർത്ഥനയിലൂടെ ഈ അഭിഷേകം മന്ന എന്ന വചന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും മാറ്റവും ശക്തിയുമായി കടന്നു വരാൻ കർത്താവ് ഇടയാക്കട്ടെ. കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.